ഹമാസ് ഗസയിൽ 7,000 സൈനികരെ നിയമിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗസയുടെ പൂർണ്ണമായിരിക്കുന്ന അധികാര നിയന്ത്രണം ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സൈനികരോട് സജ്ജമാകാനും അവരെ തിരിച്ചു വിളിക്കുകയും ചെയ്തിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ്. ഗസയിൽ നിന്ന് ഏറെക്കുറെ ഇസ്രായേൽ സൈന്യം പിന്മാറിയിരിക്കുന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു. ഈ ഭാഗത്തെ 5 പ്രവിശ്യയായിട്ട് തിരിച്ചുകൊണ്ട് 5 ഗവർണർമാർക്ക് ഗസയുടെ അധികാരം ഹമാസ് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ്. സേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിലും നിർമ്മാണ പ്രവൃത്തി നടത്തുകയാണെങ്കിലുമെല്ലാം അതിൻ്റെ നിയന്ത്രണം ഏറെക്കുറെ ഹമാസിൻ്റെ കൈവശത്തിലേക്ക് വരുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഹമാസിൻ്റെ നിലപാടും സമീപനങ്ങളും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഗസയുടെ ആദ്യഘട്ടത്തിൻ്റെ ആരംഭം, ആദ്യത്തെ കരാർ വ്യവസ്ഥയുടെ ആരംഭം നാളെ തന്നെ ഉണ്ടാവുകയാണ്. അത് ബന്ദിമോചനമാണ്. ബന്ദിമോചനത്തോടനുബന്ധിച്ച് തന്നെ പാലസ്തീൻ തടവുകാരുടെ മോചനവും അന്ന് തന്നെ നടക്കും, ഘട്ടം ഘട്ടമായിട്ടാണെങ്കിൽ പോലും. ഇതിന് ശേഷം രണ്ടാം ഘട്ടത്തിലാണ് പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നത്. തിങ്കളാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈജിപ്ത് സന്ദർശിക്കുകയും ഈ കാര്യത്തിന് ഏറെക്കുറെ ഒരു രൂപമുണ്ടാക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത്. തുർക്കി അടക്കമുള്ള രാജ്യങ്ങളോട് ഗസയുടെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണത്തിലും അതോടൊപ്പം തന്നെ അവിടേക്കുള്ള സേവന പ്രവർത്തനത്തിലും നേരിട്ട് പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ മധ്യസ്ഥ ശ്രമത്തിലും തുർക്കി ഇതിന് പങ്കാളിത്തം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രധാനമായിരിക്കുന്ന വിഷയത്തിലൊന്ന് ഹമാസിൻ്റെ പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റമോ അതോടൊപ്പം തന്നെ ആയുധം വെച്ച് കീഴടങ്ങുന്ന പ്രവൃത്തിയോ ഹമാസ് അംഗീകരിച്ചിട്ടില്ല എന്നതിനാൽ ഒരുപക്ഷേ ഈ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹമാസ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അംഗീകരിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഗസയുടെ ഭാഗത്ത് ഇപ്പോൾ അമേരിക്ക തുടരാനുള്ള സാധ്യതയും ഉണ്ടാവുകയില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ തുടരെ എല്ലാ നിയന്ത്രണവും എടുക്കപ്പെട്ടുകൊണ്ട് റഫേഡ് അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ അത്രയും ഭക്ഷ്യധാന്യങ്ങളാണെങ്കിലും വസ്ത്രവും മരുന്നുമാണെങ്കിലും അത് ഗസക്കാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സ്വതന്ത്രമായിരിക്കുന്ന ഒരു പാത തന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ ഘട്ടങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. മറ്റു ലോക രാജ്യങ്ങളും ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള സഹായം നൽകുന്നുണ്ട്. അഥവാ തകർന്ന് കിടക്കുന്ന റോഡുകൾ പുനർനിർമ്മിക്കുക എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന ഉദ്ദേശകാര്യങ്ങളാണ്. ഈജിപ്തിൻ്റെ അതിർത്തിയിൽ നിന്ന് മധ്യ ഗസയുടെ ഭാഗത്തേക്ക് സ്വതന്ത്രമായ രീതിയിൽ ഒരു വാഹനത്തിന് വരാൻ പറ്റാത്ത വിധം ബിൽഡിങ്ങിൻ്റെ കഷ്ണങ്ങളാലും യുദ്ധസാമഗ്രികളാലും ചെതറിക്കിടക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഇപ്പോൾ ഗസയുടെ തെരുവുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് അത് നീക്കം ചെയ്തുകൊണ്ട് സ്വതന്ത്രമായിരിക്കുന്ന ഒരു പാത ഒരുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളിടത്തേക്ക് ഈ രാഷ്ട്രഭരണാധികാരികൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രങ്ങളിലുള്ള പത്രക്കാരും മീഡിയക്കാരും കൂട്ടത്തോടു കൂടി ഗസയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയും കാണാൻ വേണ്ടി സാധിക്കും. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഇസ്രായേൽ ഉണ്ടായത് എന്നുള്ളതും എന്തൊക്കെയാണ് ഗസയിൽ ഉണ്ടായത് എന്നുള്ളതും തകർക്കപ്പെട്ട ബിൽഡിംഗ് എത്ര എന്നുള്ളതും ഈ തകരാത്തത് എത്രയുണ്ട് എന്നുള്ളതും അതിൻ്റെ ഈ ഗസയുടെ ആന്തരികമായിരിക്കുന്ന ആത്മാവിനെ ഒപ്പിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നുള്ളത് ഒരു ബ്രിട്ടൻ്റെ മീഡിയ പ്രവർത്തകൻ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന ലക്ഷ്യങ്ങളിലൊന്നാണെന്നുള്ളതും അതിനുള്ള വലിയ ശ്രമങ്ങൾ രാജ്യം നടത്തുമെന്നുള്ളതും അവരൊറ്റക്കല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമാണ് എന്നുള്ളതും കൃത്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ ലോകത്തെ അറിയിക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്നുള്ളതും ഈ മാധ്യമ പ്രവർത്തകൻ മറ്റൊരു അഭിമുഖമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നതും വളരെ പ്രസക്തമായതാണ്.
ഇപ്പോഴത്തെ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗസയുടെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണത്തിലേക്ക് ഹമാസ് വരുന്നു, പുതിയ സൈനികരെ നിയമിക്കുന്നു, ഗവർണറെ സ്ഥാപിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് മറ്റൊരു രീതിയിലേക്ക് പറയുന്ന സമയത്ത് പൂർണ്ണമായിരിക്കുന്ന അധികാരം മുൻപത്തെ പോലെ തന്നെ ഹമാസിലേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതും, അതിനപ്പുറം ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ ഗസക്കെതിരെയോ അല്ല ഹമാസിനെതിരെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നില്ല എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ പൂർണ്ണമായിരിക്കുന്ന പരാജയം അവർ സമ്മതിച്ചിരിക്കുന്നു. അവരുടെ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം കാണാത്ത രീതിയിലുള്ള പിന്മാറ്റം തന്നെയാണ് അവർ നടത്തിയത്. ഹമാസിനെ ഇല്ലാതാക്കാനോ ബന്ദികളെ അവരാൽ മോചിപ്പിക്കാനോ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കാനോ ഭാവിയിൽ ഇസ്രായേലിന് നേരെ ഇനി ആക്രമണം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താനോ സാധിക്കാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു മനസ്സോടു കൂടിയാണ് സൈന്യം പിന്മാറുന്നത്. മാത്രമല്ല വലിയ രീതിയിലുള്ള സഹായ പ്രഖ്യാപനങ്ങൾ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾ ഇപ്പോൾ ഗസയ്ക്ക് വേണ്ടി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പണങ്ങളെല്ലാം ഈ സംവിധാനങ്ങളെല്ലാം എത്തുന്നത് ഹമാസിലൂടെ ആയിരിക്കും എന്നൊരു പ്രത്യേകതയുണ്ട്. അതല്ലാത്ത ഒരു രാജ്യങ്ങൾ ഹമാസിൻ്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ ഭൗതികപരമായിരിക്കുന്ന ശ്രമത്തിന് വേണ്ടിയിട്ട് തങ്ങൾ നിൽക്കുമെന്നല്ലാതെ സാമ്പത്തികപരമായിരിക്കുന്ന ഈ സാമ്പത്തികം വാങ്ങിക്കൊണ്ട് അവരെ പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു നിലപാട് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നൊരു രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല. പല ഘട്ടങ്ങളിലും അമേരിക്ക ശ്രമിച്ചിരിക്കുന്ന കാര്യം അറബ് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലൂടെ ഗസയെ മാറ്റുക എന്നുള്ളതാണ്. അത് സാധ്യമാവാത്ത രീതിയാണ്. കാര്യം ഒരു രാജ്യവും അങ്ങനെ തങ്ങൾക്ക് ഗസയുടെ അധികാരം വേണം അല്ലെങ്കിൽ ഗസയുടെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ തയ്യാറാണ് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അമേരിക്കയും വല്ലാത്ത രീതിയിൽ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഉദ്ദേശിക്കുന്നത് നേതൃത്വ നിരയിൽ അല്ലെങ്കിൽ ഗസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പിന്നാലെ തുർക്കി, ഈജിപ്ത്, ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുക. സൗദി അറേബ്യയോടും UAEയോടും ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന ഒരു പിന്തുണ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാര്യം നേതൃത്വ നിരയിൽ അമേരിക്ക ആകുമ്പോൾ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ താല്പര്യത്തിലൂടെ അമേരിക്കയുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഗസ ഉപയോഗിക്കുന്ന സമയത്ത് അതിന് കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിൽ മുറിവേറ്റിരിക്കുന്ന ഒരു സാഹചര്യമാണ് അറബ് ലോകത്തിനാകമാനമുള്ളത്. ഭരണാധികാരികൾ ഏത് തരത്തിൽ ഈ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിലെ ഒരു പൗരൻ പോലും ഈ കാര്യത്തോട് അനുകൂലിക്കുന്നില്ല എന്നുള്ളത് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവർ വല്ലാത്ത രീതിയിൽ അതൊന്നും അംഗീകരിച്ചോളണമെന്നില്ല. ജനങ്ങളുടെ അഭിപ്രായങ്ങളും താല്പര്യവും എങ്ങനെയാണ് എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണെന്നും അവർക്കൊപ്പം തങ്ങൾ നിൽക്കുമെന്നും പലതവണ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് സിസി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിപ്ലവങ്ങൾ ഉണ്ടായിരിക്കുന്ന രാജ്യമാണ് ഈജിപ്ത്. ഈ ഹുസ്നി മുബാറക്കിൻ്റെ ഭരണത്തിന് ശേഷം 2 പ്രാവശ്യമായിട്ട് ഭരണ അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ സിസിയുടെ മുമ്പത്തെ ഭരണാധികാരി യഥാർത്ഥത്തിൽ ഇപ്പോൾ ജയിലാണെന്ന് പറയുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് മറ്റൊരു റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. അത്രക്ക് വല്ലാത്ത രീതിയിൽ ക്രൂഷ്യലായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരും അതേപോലെ തന്നെ ഗസയുടെ അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്ന രാജ്യവുമാണ്. അപ്പോൾ അവരെല്ലാവരെയും ഒടക്കിയിട്ടോ പിണക്കിയിട്ടോ മുന്നേറുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. അതുകൊണ്ടാണ് അവർ തുറന്നു പറഞ്ഞത് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്. 50,000-ഓളം സൈനികരെ ഇസ്രായേലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഈജിപ്ത് നിർത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം രാജ്യത്തിൽ നിന്ന് ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ടാണ്. അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സമയത്ത് ഭരണത്തെ പോലും അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ളത് ഭരണാധികാരിക്ക് അറിയാം. പല അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലും ഇതേ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. ജനകീയപരമായിരിക്കുന്ന ഒരു പ്രക്ഷോഭമോ വിഷയമോ ഉണ്ടാകുമോ എന്നൊരു ഭയപ്പാടുള്ളത് കൊണ്ട് ഗസയുടെ ആവശ്യം എന്താണോ ആവശ്യത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയൊക്കെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം
ഹമാസ് ഗസയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അവരുടെ രാജ്യമാണ്, അവരുടെ ദേശമാണ്, അവർ ജനാധിപത്യമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സംഘമാണ്. ആയതിനാൽ അവർ തിരിച്ചു വരുന്നതിന് ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റില്ല. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ വിഷമമുണ്ടാക്കുകയും പ്രയാസമുണ്ടാക്കുകയും കാര്യമാണ്. അവരുടെ പ്രയാസവും അവരുടെ ബുദ്ധിമുട്ടും അവരുടെ രാജ്യത്ത് തീർക്കട്ടെ, തങ്ങൾ ഈ ദേശം ഭരിക്കും എന്ന് പറയുന്ന ഗസക്കാർ പോലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.